ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ്. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഹൗ മെനി കിങ്ഡം ഫ്രം ആർ എച്ച് വിറ്റാക്കർ സിസ്റ്റം ഡസ് ഹൗ എക്സ്ക്ലൂസീവ്ലി ഓട്ടോട്രോപിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്നാണ്. എക്സ്ക്ലൂസീവ്ലി ഓട്ടോട്രോപിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓട്ടോട്രോപ്സ് മാത്രമേ കാണാൻ പാടുള്ളൂ. ഓട്ടോട്രോപ്സ് മാത്രമേ കാണാൻ പാടുള്ളൂ. അങ്ങനെ എത്ര കിങ്ഡം ഉണ്ട്? ഓട്ടോട്രോപ്സ് മാത്രമുള്ള എത്ര കിങ്ഡം ഉണ്ട്? ഒരു കിങ്ഡമല്ലേ ഉള്ളൂ. അതേത് കിങ്ഡമാണ്? എക്സാമ്പിൾ ഇപ്പൊ കിങ്ഡം മൊണീറ എടുത്താൽ അതിൽ നമുക്ക് ഹെറ്റോട്രോപിക് ബാക്ടീരിയ കാണാം, സയാനോ ബാക്ടീരിയ ആയിട്ടുള്ള ഓട്ടോട്രോപിക് ബാക്ടീരിയ കാണാം. അപ്പൊ അതിൽ എക്സ്ക്ലൂസീവ് ഓട്ടോട്രോപ്പ് അല്ല. പ്രൊട്ടീസ്റ്റ എടുത്താൽ എക്സ്ക്ലൂസീവ് ഓട്ടോട്രോപ്പ് ആണോ? അല്ല. അതിൽ സ്ലൈമോൺ ഉണ്ട്, വിച്ച് ഇസ് ആപ്രോട്രോപിക്. അതിൽ തന്നെ പ്രോട്ടോസ് സ്പോറോസോവൻസ് ഉണ്ട്, പ്രോട്ടോസോവൻസ് ഉണ്ട്, വിച്ച് ഇസ് പാരസൈറ്റ്. അങ്ങനെ അത് എക്സ്ക്ലൂസീവ്ലി ഓട്ടോട്രോപ്പ് അല്ല. പിന്നെ ഫംഗസ് എടുത്ത ഫംഗസ് ആപ്രോട്രോപിക് ആണ്, വിച്ച് ഇസ് ഹെറ്റോട്രോപിക്. അതുകൊണ്ട് അത് എക്സ്ക്ലൂസീവ്ലി ഓട്ടോട്രോപ്പ് അല്ല. കിങ്ഡം പ്ലാന്റയിൽ മാത്രമാണ് എക്സ്ക്ലൂസീവ്ലി ഓട്ടോട്രോപ്പ് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ബാക്കി എല്ലായിടത്തും എക്സ്ക്ലൂസീവ്ലി ഓട്ടോട്രോപ്പ് അല്ല. ഓട്ടോട്രോപ്പ് കാണാൻ സാധിക്കും, പക്ഷെ എക്സ്ക്ലൂസീവ്ലി ഓട്ടോട്രോപിക് മാത്രമായിട്ടുള്ളത് കിങ്ഡം പ്ലാന്റിൽ മാത്രമേ ഉള്ളൂ. പിന്നെ അനിമേലി എന്ന് പറയുന്ന കിങ്ഡം എടുത്താൽ അവിടെ നമുക്ക് ഹെറ്ററോട്രോപിക് ആണോ, വിച്ച് ഇസ് ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. അപ്പം എത്ര എക്സ്ക്ലൂസീവ്ലി ഓട്ടോട്രോപ്പ് ആയിട്ടുള്ള എത്ര കിങ്ഡം ഉണ്ടെന്ന് ചോദിച്ചാൽ അത് ഒരേ ഒരു കിങ്ഡം ഉള്ളൂ, വിച്ച് ഇസ് കിങ്ഡം പ്ലാന്റ് ആണ്. ഓപ്ഷൻ നമ്പർ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ഒരു ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ ഷേപ്പ് വെച്ചിട്ട് ബാക്ടീരിയ കണ്ടുപിടിക്കാനാണ് അല്ലെ. ഇത് ഷേപ്പാ? ഇത് റൗണ്ട് ഷേപ്പ് ഉള്ളപ്പോൾ അതിന്റെ പേരെന്താണ്? വിച്ച് ഇസ് കോക്കസ് അല്ലെ. കോക്കസ് ഉള്ള ഓപ്ഷൻ ഏതൊക്കെയാണ്? ഒന്നാമത്തെ കോക്കസ് ആണ്. ഇത് സ്പിരിക്കൽ കോക്കസ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഇത് കോക്കസ് ആണ്. അപ്പൊ ഓപ്ഷൻ ഡി വരത്തില്ല, അത് വിബ്രിയോ ആണ്. അപ്പൊ ഓപ്ഷൻ ബി എന്താണ്? ഇത് ബസിലസ് ആണ്, വിച്ച് ഇസ് എ റോഡ് ഷേപ്പ്ഡ്. കറക്റ്റ് ആണല്ലോ. ഇതെന്താ? ഇത് ബസില്ലസ് കൊടുത്തു, കറക്റ്റ് ആണല്ലോ. സി വിബ്രിയോ അല്ലല്ലോ, സോറി, ബി സ്പൈറിലം. ബി എങ്ങനെ സ്പൈറിൽ ആവുക? ബി ബസില്ലസ് അല്ലേ. ഇത് തെറ്റാം. അപ്പൊ അടുത്ത സി എന്താ? സി സ്പൈറിലം. സി എങ്ങനെ ബസില്ലസ് ആവുക? സി സ്പൈറിലം അല്ലേ. സി സ്പൈറില്ല, ഡി ഇസ് വിബ്രിയോ, കോമ ഷേപ്പ് അല്ലേ. അപ്പൊ ഓപ്ഷൻ നമ്പർ ബി ഇസ് റൈറ്റ് ആൻസർ. സിമ്പിൾ. NCERT ഉള്ള പടം തന്നെയാണ്, നോക്കി പഠിക്കാൻ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തതാണ് ഓൺ ദ ബേസിസ് ഓഫ് ഷേപ്പ് ബാക്ടീരിയ ആർ ഗ്രൂപ്പ്ഡ് അണ്ടർ ഡാഷ് കാറ്റഗറി. ഷേപ്പ് അനുസരിച്ച് നമുക്ക് ഏതൊക്കെയാണ്? കോക്കസ്, സ്പിരിക്കൽ ഷേപ്പ്, റോഡ് ഷേപ്പ് ആയിട്ടുള്ള ബസില്ലസ്, പിന്നെ മൂന്നാമത്തെ ഏതാണ്? കോമ ഷേപ്പ് ആയിട്ട് വിബ്രിയോ, നാലാമത്തെ സ്പൈറൽ ഷേപ്പ് ആയിട്ടുള്ള സ്പൈറില്ല. അങ്ങനെ 4 ഉണ്ടല്ലേ. ഓപ്ഷൻ നമ്പർ എ ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ അടുത്ത ചോദ്യം എന്താണ്? ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ബാക്ടീരിയയുടെ NCERT ഉള്ള അതേ ലൈൻ തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഒന്നാം സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദ ബാക്ടീരിയ ആർ ദ സോൾ മെമ്പർ ഓഫ് കിങ്ഡം മൊണീറ. ഒന്നാമത്തെ പാരഗ്രാഫ് ആണല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, അതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അടുത്ത ബി എന്താണ്? ബാക്ടീരിയ ആർ അബണ്ടന്റ് മാക്രോ ഓർഗാനിസം. അബണ്ടന്റ് മൈക്രോ ഓർഗാനിസം എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അബണ്ടന്റ് മൈക്രോ ആണ്. ബി എന്താണ്? സി എന്താണ്? ലിമിറ്റഡ് ടു സം ഏരിയ. അതെങ്ങനെ ലിമിറ്റഡ് ആവുക? അത് എല്ലായിടത്തും കാണും എന്നല്ലേ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. ഡി എന്താണ്? ദ ബാക്ടീരിയ കനോട്ട് ലിവ് ഇൻ എക്സ്ട്രീം ഹാബിറ്റാറ്റ് ലൈക്ക് ഡെസേർട്ട്. അതെങ്ങനെ? ആർക്കി ബാക്ടീരിയ പിന്നെ എന്തിനു വന്നിക്കുക? ആർക്കി ബാക്ടീരിയ ഇല്ലേ. അപ്പൊ ഓപ്ഷൻ നമ്പർ ഏതാണ്? ഓപ്ഷൻ നമ്പർ എ റൈറ്റ് ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സിട്രസ് കാങ്കർ. സിട്രസ് കാങ്കർ എന്താണ്? എവിടോ കേട്ടിട്ടുണ്ടല്ലോ, എവിടോ അയച്ചു മറന്നിട്ടുണ്ടല്ലേ. ടെക്സ്റ്റ് ഉള്ള പടം സെന്റൻസാ. അതെന്താണ്? ഉത്തരം പറയട്ടെ. ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ. കാരണം അത് പ്ലാന്റ് ഡിസീസ് ആണ്. ആരാ ഉണ്ടാക്കുന്നത്? ബാക്ടീരിയ. ഓക്കെ. ഇതെന്താ? വിച്ച് ഇഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ഓഫ് ഹെറ്ററോപിക് ബാക്ടീരിയ. ഏതാ? ഓപ്ഷൻ എ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ബി ആന്റിബയോട്ടിക് പ്രൊഡക്ഷൻ, ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ടുണ്ട്. സി നൈട്രജൻ ഫിക്സിംഗ് ലെഗ്യൂം റൂട്ട്സ്, ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ഡി ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടില്ല. നൈട്രജൻ ഫിക്സിംഗ് അനബീന എന്താണ്? അതൊരു സയാന ബാക്ടീരിയ, വിച്ച് ഇസ് എ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ. ചോദിച്ചിട്ടുള്ളത് ഹെറ്ററോട്രോപിക് ബാക്ടീരിയ പറ്റിയല്ലേ. ഹെറ്ററോട്രോപ്പിനെ പറ്റി ചോദിക്കുമ്പോൾ എന്തിനാണ് പിന്നെ ഓട്ടോട്രോപ്സിനെ പറ്റി പറഞ്ഞത്? അതാ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഹെറ്ററോപ്പിനെ പറ്റി ചോദിച്ചപ്പോൾ ഓട്ടോട്രോപ്പിനെ പറ്റി പറഞ്ഞു, അതാണ് തെറ്റിപ്പോയത്. ഓപ്ഷൻ ഡി റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് കിങ്ഡം ഹാസ് നോ വെൽ ഡിഫൈൻഡ് ബൗണ്ടറീസ്. ഇപ്പൊ വെൽ ഡിഫൈൻഡ് ബൗണ്ടറീസ് ഇല്ലാത്ത കിങ്ഡം ഏതാണ്? വെൽ ഡിഫൈൻഡ് ബൗണ്ടറീസ് ഇല്ലാത്ത കിങ്ഡം അത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് ഏത് കിങ്ഡമാണ്? കിങ്ഡം പ്രൊട്ടീസ്റ്റയാണ്. പ്രൊട്ടീസ്റ്റ എന്ന് പറയുന്ന കിങ്ഡത്തിൽ വെൽ ഡിഫൈൻഡ് ബൗണ്ടറി ഇല്ല. കാരണം അത് പ്ലാന്റ് ആയിട്ടും ഫംഗസ് ആയിട്ടും ആനിമൽസ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബോർഡർ ചെയ്യുന്നുണ്ട്.
അടുത്ത ചോദ്യം എന്താണ്? പ്രൊട്ടിസ്റ്റ ഇൻക്ലൂഡ്. പ്രൊട്ടിസ്റ്റയ്ക്കകത്ത് എന്തൊക്കെയുണ്ട്? യൂണിസെല്ലുലാർ പ്രോക്യാരോട്ട്. യൂണിസെല്ലുലാർ പ്രോക്യാരോട്ട്. പ്രോക്യാരോട്ടിക്കൊക്കെ കിങ്ഡം മൊണീറെ വരുന്നവരാണ്. അവർ പ്രൊട്ടിസ്റ്റ വരുന്നവരല്ല. ബാക്ടീരിയോഫേജ് ശരിക്കും എന്താണ്? അതൊരു വൈറസ് ആണ് വിച്ച് അഫക്ട് ദ ബാക്ടീരിയ. അത് വൈറസ്, പ്രൊട്ടിസ്റ്റ അല്ല. അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ഓപ്ഷൻ ഏതാണ്? ബ്ലൂ ഗ്രീൻ ആൽഗയോ. ബ്ലൂ ഗ്രീൻ ആൽഗ ഈസ് എ ബാക്ടീരിയ. അത് സയനോ ബാക്ടീരിയ ആണ്. അതല്ല. ഓപ്ഷൻ നമ്പർ സി ഇസ് റൈറ്റ് ആൻസർ വിച്ച് ഈസ് എ യൂണിസെല്ലുലാർ യൂക്കാരിയോട്ടും. അല്ലെ, ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട്, ഒന്നും പറയാനില്ല. അടുത്ത എന്താണ്? ലോക്കോമോട്ടർ സ്ട്രക്ചർ പ്രൊട്ടിസ്റ്റ. പ്രൊട്ടിസ്റ്റയിലുള്ള ലോക്കോമോട്ടർ സ്ട്രക്ചർ എല്ലാം ഉണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. കാരണം എന്തുകൊണ്ടാ? ഫ്ലജല്ലെ ഉള്ള ആളുടെ പേരെന്താണ്? ഫ്ലജല്ലേറ്റ് പ്രോട്ടോസോന്റെ പേരെന്താണ്? ട്രിപ്പനോസോമ വിച്ച് കോസ് സ്ലീപ്പിംഗ് സിക്നസ്. അടുത്ത സീലിയ ഉള്ളത് സീലിയേറ്റഡ് പ്രോട്ടോസോൻ വിച്ച് ഈസ് പാരമീഷ്യം. ആൻഡ് സി ഉള്ള ആരാള്? ഓപ്ഷൻ സി ഉള്ള സ്യൂഡോപോഡി ഉള്ള ആരാണ്? അമീബയാണ് അല്ലെ? അമീബ. ഇപ്പൊ പ്രൊട്ടിസ്റ്റ ഫോംസ് ലിങ്ക് വിത്ത് പ്ലാന്റ്സ് ഒള്ളിയാണോ, ആനിമൽ ഒള്ളിയാണോ, ഫംഗസ് ഒള്ളിയാണോ? ഞാൻ പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദീസ് ആണ്. അല്ല, പ്ലാന്റ്സ്, ആനിമൽ, ഫംഗസ് ആണ്. പോയി കൊടുത്തിട്ടുണ്ട്. കാരണം യുക്ലീന എന്ന് പറയുന്ന ആൾ നോക്കിയാൽ അത് സൺലൈറ്റ് ഉള്ളപ്പോൾ അതെന്താണ്? സൺലൈറ്റ് ഉള്ളപ്പോൾ അത് ഓട്ടോട്രോപ്പ് ആയിട്ടും സൺലൈറ്റ് ഇല്ലാത്തപ്പോൾ അത് ഹെറ്ററോട്രോപ്പ് ആയിട്ടും ആക്ട് ചെയ്യുന്നു. അപ്പൊ എന്താണ്? അത് ആനിമലിന്റെ കിണ്ടത്തിലും ഓട്ടോട്രോപ്പിന്റെ കിണ്ടത്തിലും വന്നു. പിന്നെ സ്ലൈം മോൾഡ് എന്ന് പറയുന്നത് സാപ്രോട്രോപ്പാണ്. അപ്പൊ അത് ഫംഗസുമായിട്ട് ബന്ധപ്പെട്ടു. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം ദ റെഡ് ടൈഡ് ഇസ് കോസ് ബൈ. റെഡ് ടൈഡ് ഇസ് കോസ് ബൈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? ഓപ്ഷൻ നമ്പർ സി ഇസ് റൈറ്റ് ആൻസർ. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യത്തെ രണ്ട് ഓപ്ഷൻസും, ഈ രണ്ട് ഓപ്ഷൻസും ആരാണ്? ആ രണ്ട് ഓപ്ഷൻസും ഡൈനോഫ്ലജല്ലേറ്റ് ആണ്. ഈ രണ്ടെണ്ണവും ഡൈനോഫ്ലജല്ലേറ്റ് ആണ്. ഇത് ശരിക്കും മൂന്നെണ്ണം ഡൈനോഫ്ലജല്ലേറ്റാ. എല്ലാ ഡൈനോഫ്ലജല്ലേറ്റും റെഡ് ടൈഡ് കോസ് ചെയ്യത്തില്ല. അതിൽ തന്നെ ഗൊണ്യോളക്സ് ആണ് റെഡ് ടൈഡ് കോസ് ചെയ്യുക. ഇത് രണ്ടും ഡൈനോഫ്ലജല്ലേറ്റ് ഒക്കെ തന്നെയാണ്. പക്ഷെ അത് റെഡ് ടൈഡ് കോസ് ചെയ്യത്തില്ല. ഈ ഒരു ക്വസ്റ്റ്യനില് ഏതൊക്കെയാണ് ഡൈനോഫ്ലജല്ലേറ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഓൾ ഓഫ് ദീസ് കൊടുക്കാം. പക്ഷെ ഇത് ചോദിച്ചത് റെഡ് ടൈഡ് ആരാണ് കോസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അടുത്ത എന്താണ്? ദ സ്ലൈമി മാസ് ഓഫ് പ്രോട്ടോപ്ലാസം വിത്ത് ന്യൂക്ലിയസ് ഫോംസ് ദ ബോഡി ഓഫ് സ്ലൈമോൾ. അത് എന്ത് വിളിക്കും? അതേ ഫോം ആൻ അഗ്രിഗേറ്റ് ഡ്യൂറിംഗ് ഫേവറബിൾ കണ്ടീഷൻ. അവർ അഗ്രിഗേറ്റ് ഫോം ചെയ്യും. എൻസിആർടി ലൈൻ ആണ്. ആൻസർ ലൈൻ്റെ പേരെന്താണ്? പ്ലാസ്മോഡിയം. പ്രോട്ടോസോവൻസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ കിങ്ഡം അനിമേലിയ ബിക്കോസ് എന്തുകൊണ്ടാ? അനിമേലിയ എന്ന് പറഞ്ഞ കിങ്ഡം ആനിമേലിയ എന്ന് പറഞ്ഞാൽ അതെല്ലാവരും മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള യൂക്കാരിയോട്ടിക് ആണ്. പക്ഷെ പ്രോട്ടോസോവൻസ് എന്ന് പറഞ്ഞാൽ അവർ യൂണിസെല്ലുലർ ആണ്. യൂണിസെല്ലുലർ യൂക്കാരിയോട്ടിക് ആണ്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ നമ്പർ ബി റൈറ്റ് ആൻസർ അല്ലെ? പ്രോട്ടോസോവൻസ് എന്തുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്യാത്ത? അത് യൂണിസെല്ലുലർ യൂക്കാരിയോട്ട് ആയതുകൊണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ ഫംഗസ്. ഫംഗസിലുള്ള മോഡ് ഓഫ് ന്യൂട്രീഷൻ എല്ലാവർക്കും അറിയാം. അതേതാണ്? ഫംഗസിൽ ഉണ്ടാവുന്ന മോഡ് ഓഫ് ന്യൂട്രീഷൻ ഈസ് സാപ്രോട്രോപ്പ്. ദാറ്റ് ഈസ് സാപ്രോട്രോപ്പ്. ഓൾ ഓഫ് ദ ഫോളോയിങ് ആർ ഫംഗസ് എക്സെപ്റ്റ്. ഈസ്റ്റ് ഒരു ഫംഗസ് ആണ്. പെനിസിലിൻ ആദ്യമായിട്ട് ആന്റിബയോട്ടിക് കണ്ടുപിടിച്ച ഫംഗസ് ആണ് പെനിസിലിൻ എന്ന് പറഞ്ഞാൽ. പ്ലാസ്മോഡിയം എന്താണ്? പക്സീനിയ ഏതിൽ വരുന്നവരാണ്? ഏതിൽ വരുന്നവരാ? ബെസിഡോമൈസിസ് വരുന്നവരാ. പക്ഷെ പ്ലാസ്മോഡിയം പ്രോട്ടോസോവനാ. പ്രൊട്ടിസ്റ്റേ വരുന്നവരാ. അപ്പൊ ഓപ്ഷൻ സി വിച്ച് ഇസ് നോട്ട് എ ഫംഗസ് എന്ന് വെച്ചേക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ സെഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ സെക്ഷൻ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു.